ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ടെലിപ്പതി ചലഞ്ച് ചെയ്യാൻ പോവാണ്. ലൈക്ക് ഒരു ദിസ് ഓർ ദാറ്റ് പോലെ ഒരു ഐറ്റം തന്നെ 3 ടൈപ്പ് ഉണ്ടാകും. അതില് ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതും സെലക്ട് ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്യുമ്പോ ഞാൻ കണ്ണടച്ച് തിരിഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെ അപ്പൊ കറക്റ്റ് ആകുമോ നോക്കാം രണ്ടുപേരും. ആദ്യത്തെ ഐറ്റം നമ്മളിവിടെ കൊണ്ടുവന്നേക്കണത് 7up, പെപ്സി. യെസ്, ഇതിൽ ആദ്യം ആരാ പറയാൻ പോണേ? ലേഡീസ് ഫസ്റ്റ്. ഓക്കെ, ഞാനിതിൽ എനിക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതും പറയാൻ പോണേട്ടാ. ഇറങ്ങാനൊന്നും നോക്കരുതേ. എനിക്ക് ഇതിൽ ഇഷ്ടമുള്ളത് ഇതാണ്, ഇഷ്ടമല്ലാത്തത് ഇതാണ്. ഞാൻ തുടർന്ന് സൗണ്ട് വെക്കണ്ട. ഇല്ല, അപ്പൊ ഇഷ്ടമുള്ളത് ഇത്, ഇഷ്ടമല്ലാത്തത് ഇത്. ഓക്കെ, പറ. ഇഷ്ടമുള്ളത് ഇത്, ഇഷ്ടമില്ലാത്ത ഇത്. അല്ല, ഇത് ഇത് തെറ്റിപ്പോയി. ഇഷ്ടമുള്ളത് ഇത്, ഇഷ്ടമല്ലാത്തത് ഇത്. ഇഷ്ടമല്ലാത്തത് ഞാൻ കുടിക്കേണ്ട വരും. അതേ ലാസ്റ്റ് കുടിക്കണം. ഇല്ല, ഇവന്റെ റൗണ്ട് കൂടി കഴിഞ്ഞിട്ട് കുടിക്കാം. ഓക്കെ, ഞാൻ കുടിക്കാം. ഇത് ഇത്. ഓക്കെ, കഴിഞ്ഞ. ഇഷ്ടമുള്ളത് ഇത്, ഇഷ്ടമല്ലാത്തത് ഇത്. അപ്പൊ ഇവന് ഇഷ്ടമുള്ളത് തന്നെ ഇവന് കുടിക്കാം. ഞാൻ എനിക്ക് ഇഷ്ടമല്ലാത്തതാണ് കുടിക്കണം. ഞാൻ ഇതങ്ങനെ വാങ്ങി കുടിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഞാനിപ്പോ അത് കുടിക്കുമായിരുന്നു, ഇപ്പൊ കുടിക്കാറില്ല. ഞാൻ എല്ലാ ഏതാ ഒരേപോലെ തന്നെ. ഓക്കെ, ഇനി അടുത്ത റൗണ്ട്. അടുത്ത ഐറ്റം 3 ലൈസ് ആണ്. ഇതില് ഏതാ? ടൊമാറ്റോ ഉണ്ട്. ഓക്കെ, ഞാൻ പറയാൻ പോണേട്ടാ. എനിക്ക് ഇഷ്ടമുള്ളത് ഇതാണ്, പക്ഷെ എനിക്ക് ഇതാണ് ഇഷ്ടം. അല്ല, എനിക്ക് ഇഷ്ടമുള്ളത് ഇതും ഇഷ്ടമല്ലാത്തത് ഇതുമാണ്. ഓക്കെ, ഇത് ഇഷ്ടമല്ലാത്ത ഇത്. കറക്റ്റ്. ഇനി ഓക്കെ, ഇഷ്ടമുള്ളത് ഇത്, ഇഷ്ടമല്ലാത്തത് ഇത്. എന്റെ മേത്ത് മുട്ടിയാ? നിങ്ങളുടെ മുട്ടിയോടെ തോന്നി. ഇഷ്ടമുള്ളത് ഇതല്ലേ, ഇഷ്ടമല്ലാത്തത് ഇതായിരിക്കും. അതെ, സ്വാഭാവികം. രണ്ടുപേരും കറക്റ്റ് ആക്കിട്ടാ. ഇല്ലണ്ട, ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. ഇതിപ്പോ നമുക്ക് കൺഫ്യൂഷനായി. എനിക്ക് ഗ്രീൻ പീസ് ഒക്കെ വാങ്ങിച്ചോണ്ടിരുന്നത്. ഗ്രീൻ പീസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയാൻ എനിക്ക് അതാ ഇഷ്ടമെന്ന്. ഓക്കെ, ഇത് മസാല കപ്പലണ്ടി ഞങ്ങ പറയും. നിങ്ങൾ എന്താ പറയുക? ആ, അത് തന്നെ. സാധാ കപ്പലണ്ടി, പരിപ്പ്. ഓക്കെ, ഞാൻ പറയുമ്പോ എനിക്ക് ഇഷ്ടമുള്ളത് ഇത്, ഇഷ്ടമല്ലാത്തത് ഇത്. ഓക്കെ, ഇഷ്ടമുള്ളത് ഇത്, ഇഷ്ടമല്ലാത്തത് ഇഷ്ടമല്ലാത്ത ശരിയായി, ഇഷ്ടമുള്ളത് തെറ്റിപ്പോയി. എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു, ഇത് പറയണോ ഇത് പറയണോ. ഇല്ല, ഞാൻ ഇത് പുറത്ത് എറണാകുളത്തൊക്കെ പോകുമ്പോ വാങ്ങിപ്പിക്കാറുണ്ട് അല്ലേ. ഓക്കെ, ഇനി നീ പറയണേ. ഇത് സുഖമായിട്ട് കണ്ടുപിടിക്കും. ഇല്ല, ഒന്നും പറയാ, സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കും. ഇഷ്ടമുള്ളത് ഇത്, ഇഷ്ടമല്ലാത്തത് ഇത്. സുഖമായിട്ട് കണ്ടുപിടിക്കില്ല. ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേനെ. കാരണം ഞാൻ ഇത് വാങ്ങിക്കിട്ട് ഇപ്പൊ ഗ്രീൻ പീസ് വാങ്ങിക്കാറ്. ഇഷ്ടമുള്ളത് ഇത്, ഇഷ്ടമല്ലാത്തത് ഇത്. ഇഷ്ടമല്ലാത്തത് കറക്റ്റായി. എനിക്ക് തോന്നി. ഓക്കെ, രണ്ടാളുടെ തെറ്റിപ്പോയി. അതുകൊണ്ട് രണ്ടാളും ഇഷ്ടമല്ലാത്തത് കഴിക്കണം. ഇപ്പോഴല്ല, കഴിച്ചെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. അടുത്തത്. അതെ, എല്ലാം അക്കൗണ്ടിലോട്ട്. വേറെ പറഞ്ഞ ഇയാളൊരു ബിസ്ക്കറ്റ് കൊതിയനാണ്. എനിക്ക് ബിസ്ക്കറ്റേ ഇഷ്ടമല്ല. എനിക്ക് ബിസ്ക്കറ്റ് ഇഷ്ടമല്ല. എന്നാലും ഞാൻ പറയാം. എനിക്ക് ഇഷ്ടം ഇതാണ്. എന്താ ഞാൻ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാ. എനിക്ക് ഇഷ്ടം ഇത്, ഇഷ്ടമല്ലാത്തത് ഇത്. കിട്ടേ
ഇഷ്ടമുള്ളത് ഇത് ഇഷ്ടമല്ലാത്ത ഇത് പോയി അതോ ഇഷ്ടമുള്ളത് ഇത് ഇഷ്ടമല്ലാത്ത ഇത് തിരിയോയാ മിസ്റ്റേക്ക് വന്നു. ക്രീം ഉള്ളത് ഞാൻ ഇഷ്ടമൊന്നും പറയില്ല അതെ അല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഇതിൽ ഏത് സെലക്ട് ചെയ്യണോ, അതുകൊണ്ട് പറ്റിപ്പോയതാ. കാരണം ബിസ്ക്കറ്റ് ഇഷ്ടമല്ല. ഇയാളുടെ കാര്യത്തിൽ എനിക്കറിയില്ല. ഇയാൾ എന്ത് കിട്ടിയാലും ഞമ്മ അടിക്കും. പിടിച്ച് വാങ്ങിയതാണ് സംഭവം കഴിഞ്ഞായി. ഓക്കെ, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ട് ഇത് പണ്ട് ചെറുപ്പത്തില്. കട ഉണ്ടായിരുന്നപ്പോ, കടയിൽ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നപ്പോ, കടയിൽ ബിസ്ക്കറ്റ് ഇപ്പില്ല. ഓക്കെ, കന്നഡ എനിക്കിഷ്ടം ഇത് ഇഷ്ടമല്ലാത്ത ഇത്. ഞാൻ പറയട്ടെ, യെസ് ഇഷ്ടമുള്ളത് മിൽക്കി ബിക്കീസ്, പിന്നെ ഇഷ്ടമല്ലാത്തത് ഓറിയോ. നേരെ തിരിഞ്ഞു പോയില്ലല്ലോ. ഈ ബിസ്ക്കറ്റ് പേര് ഞാൻ കേട്ടിട്ടുണ്ട്, നല്ലല്ലേ? അമ്പശിങ്ങളെ രണ്ടുപേരും സമാസമം തെറ്റിപ്പോയി. ഇഷ്ടമല്ലാത്ത കഴിക്കണ്ടേ? കഴിക്കണ്ട, കഴിക്കണ്ടട്ടാ. കഴിക്കണോ? കഴിക്കണ്ടേ? അത് പൊട്ടിക്കണ്ടേ? ചീത്തയായി പോകും. ഇല്ല, ഫുഡ് നമ്മള് ഒന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല. എന്നാ പൊട്ടിക്ക് തിന്നാ. ഇഷ്ടമല്ലാത്തത് തിന്നണം. ഇഷ്ടമല്ലാത്തത് തിന്നോ? ഒരെണ്ണോട്ട് തിന്നോളൂ. ഇഷ്ടമുള്ളത് ഞാൻ ഇതാ പറഞ്ഞു. രണ്ട് ബിസ്ക്കറ്റ് പൊട്ടിക്കുന്നു. ഇത് തിന്നു തീർക്കണോട്ടാ പൊട്ടിച്ചു കഴിഞ്ഞാ. അതേ എനിക്ക് പറയാനുള്ളൂ, തിന്ന് തീർക്കണോ? ഞാൻ തിന്നില്ല. പൊട്ടിച്ചാൽ അപ്പൊ പണിഷ്മെന്റ് എനിക്ക് മാത്രോ? തിന്നണോട്ടാ. അല്ല വേണ്ട, ഞാൻ വീട്ടിൽ കൊണ്ടുപോകാം. എന്തായാലും വീട്ടിൽ കൊണ്ടുപോകാം. ബിസ്ക്കറ്റിനുള്ള മൂടൊന്നും സത്യം പറഞ്ഞാൽ എനിക്കില്ല. എനിക്ക് ഇങ്ങനെ എടുക്കണ പോലെ ഒരു ഫീല്. വേറെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നല്ല മാക്ക് നടിച്ചാൽ ഇങ്ങനെ കണ്ടാലും ഇഷ്ടമായി. എന്നാ പിന്നെ ഞാൻ ക്രീം ഉണ്ടാക്കാം. അതൊക്കെ കേട്ടോ അടുത്ത വീഡിയോ എടുക്കാൻ. എന്താന്നറിയാൻ പാടാ, മധുരമുള്ളതിനോടൊന്നും താല്പര്യമില്ല. ഞാനിപ്പോ നേരത്തെ ഫിജ് പോലും കഴിക്കാറില്ല. ഇന്നലെ പെപ്സി പോലും ഇച്ചിരി കുടിച്ചു തരണം. പ്രായമായപ്പോ ഇഷ്ടങ്ങളൊക്കെ മാറി. ഇറക്കട്ടെ. അടുത്ത ഐറ്റം വരികയാണ്. അടുത്ത ഐറ്റം എന്താ? മധുരം ഇഷ്ടമില്ലാത്ത ഒരാളും മധുരം ഇഷ്ടമുള്ള ഒരാളും. എന്താ? കിറ്റ്കാറ്റ്, ഡയറി മിൽക്ക്. ഞാൻ കഴിക്കണൊന്നും ഇതിലില്ല. മിൽക്കി ബാർ. ഞാൻ കഴിക്കണൊന്നും ഇതിലില്ലാത്തോണ്ട് ഞാൻ ഇതിൽ എന്ത് സെലക്ട് ചെയ്യും? ഇത് മൂന്നും ഞാൻ കഴിക്കണതാണ്. ഓക്കെ, ഞാൻ പറയാം. അത് ലാസ്റ്റത്തെ അല്ലേ? ഇത് ലാസ്റ്റത്തെ ആട്ടോ. അപ്പൊ അതുകൊണ്ട് ഇവൻ ആദ്യം സെലക്ട് ചെയ്തോട്ടെ. ഞാൻ സെലക്ട് ചെയ്യാം. ഓക്കെ, എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, ഇഷ്ടമുള്ളത് ഇത്, ഇഷ്ടമില്ലാത്തത് ഇത്. പരിപാടി ഇഷ്ടമല്ലാത്തത് ഇതായിരിക്കും. കറക്റ്റാണോ? എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമുള്ളത് ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. എന്നാലും ഞാൻ പറയാൻ പോണത് മിൽക്കി ബാർ. തെറ്റാ? താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. തെറ്റ്. ഓക്കെ, നിങ്ങൾക്ക് 5 പേർക്കൊക്കെ വാങ്ങിച്ചോണ്ടിരാൻ പാടില്ലേ? ഓക്കെ, അല്ല ഞാനല്ല, നീയല്ലേ. എനിക്കിഷ്ടം ഇതാണ്, ഇഷ്ടമല്ലാത്തത് ഇതാണ്. ഞാൻ ഇഷ്ടമുള്ളത് ഇത്, ഇഷ്ടമല്ലാത്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം മഞ്ച്, പെർക്ക് അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഉള്ളി, ബിസ്ക്കറ്റ് പോലത്തെ സാധനങ്ങൾ വരുന്നത്. യെസ്, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കണത് 5 സ്റ്റാർ ആണ്. 5 സ്റ്റാർ നമ്മള് കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ വയറുവേനൊക്കെ ഒരു 5 സ്റ്റാർ കഴിക്കും. കാരണം അത് കുറച്ചുകൂടി തിക്കായിട്ടുള്ള കട്ടിയുള്ള സാധനമാണ്. അപ്പൊ അതിന്റെ ഒരു ഇത്രയുള്ള 10 രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ 2 ദിവസം കൊണ്ട് കഴിച്ചു തീർക്കണം. 2 ദിവസം കൊണ്ട്. പക്ഷെ എനിക്ക് മഞ്ചും പെറുക്കാണ് ഇഷ്ടം. അപ്പൊ
ഓവറോൾ വിന്നർ ആണ് ഞാൻ പറയാം. കമന്റ് ഗൈസ് ഓവറോൾ വിന്നർ. ഇതൊക്കെ വീഡിയോ കണ്ടാലേ മനസ്സിലാവുള്ളൂ ആരാ വിന്നർ. മറന്നുപോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.